കണ്ണന്റെയും അനുപമന്റെയും വേലി നടക്കാൻ പോവുകയാണ്. അതിന്റെ അയനൂണാണ് ഇന്ന് നടക്കുന്നത്. രണ്ട് വീട്ടിലും ഒരേ സമയത്ത് വേലിയുടെ മുഹൂർത്ത സമയത്താണ് അയനൂണ് നടക്കുക. അയനൂണിന് ആദ്യമായി അണിഞ്ഞ് അവിടെ വിളക്കൊക്കെ വെച്ച് അതിനുശേഷം തലയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നൊരു ചടങ്ങ്. കുളിച്ചു വരണം എന്നാണ്. ഇപ്പൊ കാലും മുഖവും കഴുകിയുള്ളൂ. അതിനുശേഷം അമ്മ കണ്ണെഴുതി കുറിയൊക്കെ തൊടിയിച്ച് ദശപുഷ്പൊക്കെ ചൂടിക്കും. ഇടത്തും വലത്തും വേലി കഴിഞ്ഞ ആളുകൾ ഇരിക്കും. അതിനുശേഷം ഗണപതിക്ക് ഭക്ഷണമൊക്കെ വിളമ്പി കുട്ടികൾക്കും വിളമ്പി കൊടുക്കുന്ന ചടങ്ങാണ് ഈ അയനോണ് ചടങ്ങ്. അതിനുശേഷമാണ് അഭിവാദ്യം മറ്റു ചടങ്ങുകളൊക്കെ നടക്കുക. അതോടൊപ്പം അങ്ങനെ സ്ത്രീകൾ വായ്പുര വീടും തിരുവാതിര കളി ഇതൊക്കെയാണ് പുരുഷന്മാരുടെ വീട്ടിലുള്ള, അതായത് വരന്റെ വീട്ടിലുള്ള ചടങ്ങ്. വേലയുടെ മുൻപേ ആയിട്ട് അമ്മ നൽകുന്ന അവസാനത്തെ ഊണാണ് അയനൂണ്. അല്ല, ഞാൻ വേറെ കാര്യം ഇവിടെ അവളെ അഭിവാദ്യം തുടങ്ങിക്കൊണ്ടേ ചോദിക്കും ഉണ്ണീനോട്. ചേച്ചിനെ പറ്റി രണ്ടു വാക്ക് പറഞ്ഞു. ചേച്ചി ഒരു ഇതാണ്, ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ഇതാണ്. അതെ, ഇതിനെ പറ്റി പറയാൻ വാക്കുകളേ ഇല്ല. ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്. ചേച്ചിനൊക്കെ അതെ, ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവാദികളാണ്, ഭാഗ്യവാദികൾ. സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. നീ വേണ്ടിയിരിക്കണ്ടേ? കിഴക്കോട്ട് തിരിഞ്ഞു കൊടുക്കും. ഇനി ചിലപ്പോൾ കണ്ണാടി കൂട്ടാണ്ട് മലര് ആദ്യം എടുത്ത് കയ്യിൽ കൊടുക്കാൻ 3 പ്രാവശ്യം. 10-40 കൊല്ലത്തോളമായിട്ടുള്ള ടീച്ചറാണ് സീതപ്പോള് മകനാണ് കണ്ണൻ. ടീച്ചർ എന്നുള്ള ഉപരി അതായത് കുട്ടികളെ മനസ്സറിയുന്ന ഒരു ടീച്ചറാണ് സീതപ്പോൾ എന്ന് പറയുന്നത്.
ആ ഒരു രീതി, കണ്ണനോടുള്ള രീതി, അപ്പോൾ അനുവിനോടുള്ള രീതി, ഇപ്പോൾ നമ്മളെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും സ്വന്തം കുട്ടികളെ പോലെ അവരെ കാര്യങ്ങൾ പറയുക, മനസ്സിലാക്കുക, കൂടെ നിർത്തുക എന്നുള്ളൊരു കഴിവ് സീതപ്പോളിൻ്റെ കഴിവ് പറയാതിരിക്കുക കഴിയും. അപ്പോൾ അനുവിൻ്റെ കിട്ടാവുന്നതിൽ പറ്റിയ ഏറ്റവും വലിയൊരു ലക്കാണ് സീതപ്പോൾ എന്ന് പറയുന്നത്. உதைத்த சரமழை போ வாழ உலகினில் பெய்திடாய் நாங்களும் மழை நீராட மகிழ்ந்தோரும் വളരെ കാമാണ്, ഭയങ്കര അഡ്ജസ്റ്റ് ആണ്. ഇപ്പോൾ അനു അതേപോലെ തന്നെ ഭയങ്കര ആക്റ്റീവാണ്. പക്ഷെ നമ്മൾ ഇത്രയും ഒരു എന്താ പറയാ, കുറെ കാലമായിട്ട് നോക്കിയിരുന്നായിരുന്നു ഈ ഒരു മൊമെന്റിലേക്ക്. എപ്പോഴും മനസ്സിൽ ആദ്യം വരുന്ന കാര്യം മോഹിനിയാട്ടാണ്. കലാണ്ടത്ത് പഠിച്ചിട്ട് അനു വന്നിട്ട് അനുവിൻ്റെ ആ ഒരു കഴിവ്, അതേപോലെ അനുവിൻ്റെ കോർഡിനേഷൻ, അനു ഒരു കാര്യം ചെയ്യുമ്പോഴുള്ള സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ വളരെ ഗംഭീരമായിട്ട് അതങ്ങ് ചെയ്യാനുള്ള അനുവിൻ്റെ കഴിവ്. എപ്പോഴും പലപ്പോഴും എൻ്റെ എൻഗേജ്മെൻറ്റിന് അല്ലെങ്കിൽ പരിപാടിക്കിടങ്ങ് അനുവിനെ വിളിച്ചിട്ട് അനുവിൻ്റെ ഒരു കാര്യം എത്തിച്ചു കഴിഞ്ഞാൽ അതിന് എത്ര ഇപ്പോൾ നമ്മളെക്കൊണ്ട് ചെറുതായിരിക്കും, അനിയത്തിയാണ്, പക്ഷെ അവൾ ആ ചെയ്യുന്ന ഒരു മെച്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല.